നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറേയധികം പ്രയോറിറ്റീസ് ഉണ്ട്. അതായത് സമയം, പണം, അതുപോലെ സുഹൃത്തുക്കൾ, ഫാമിലി, ഇങ്ങനെ കുറേയധികം പ്രയോറിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സൂരജിന്റെ പ്രയോറിറ്റി എന്താണ്? സൂരജിന്റെ പ്രയോറിറ്റി ഒബ്വിയസ്ലി ദാറ്റ് ഈസ് സൂരജ് ഇറ്റ്സെൽഫ്. സൂരജ് ഇറ്റ്സെൽഫ്. ഫാമിലി ഇല്ല, സമയത്തിന് വാല്യൂ ഇല്ല, പണത്തിന് വാല്യൂ ഇല്ല, സുഹൃത്തുക്കൾക്ക് വാല്യൂ ഇല്ല, എല്ലാത്തിനും വാല്യൂ ഉണ്ട്. ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൈസെൽഫ് ആദ്യം സ്നേഹിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തിനും ഇഷ്ടപ്പെടാൻ സാധിക്കും. അഭിപ്രായത്തിൽ ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ ഘടകങ്ങളാണ്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഈ എല്ലാ ഫാക്ടേഴ്സും ഒത്തിണങ്ങിയിട്ടുള്ള കുറെ ചുണക്കുട്ടികൾ പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിനും എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ദ സ്മാർട്ട് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. യെസ്. അപ്പൊ ഇനിയുള്ള 1 മണിക്കൂർ ഈ ചുണക്കുട്ടികളുടെ, ഈ മിടുക്കി കുട്ടികളുടെ പോരാട്ടത്തിന് ഈ രംഗക്കളം വേദിയാവുന്നു. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. തൃശ്ശൂർ എന്ന് പറഞ്ഞ ജില്ല എന്ന് പറയുന്നത് പൂരത്തിന്റെ നാടാണ്. അത് മാത്രമല്ല ഒത്തിരി അമ്പലങ്ങളുണ്ട്. അതുപോലെ നല്ല ആൾക്കാരാണ് തൃശ്ശൂരുള്ളത്. എല്ലാ ജില്ലയിലും നല്ല ആൾക്കാരുണ്ടെങ്കിലും തൃശ്ശൂരത്തെ ആൾക്കാർക്ക് കുറച്ച് പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പൊ ആ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് തന്നെയുണ്ട്. അതിന് മുന്നേ തൃശ്ശൂരുള്ള എല്ലാ ആൾക്കാർക്കും ബോയിന്റെ വകയായിട്ട്, ഞങ്ങളുടെ വകയായിട്ട് ഒരു നമസ്കാരം. അപ്പൊ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ആ മിടുക്കിനെ പരിചയപ്പെടാം. ആദ്യം തൃശ്ശൂർ ജില്ലയിലെ ആ മിടുക്കിയുടെ പേരാണ് നീതു. നീതു, സ്വാഗതം. നീതു എന്ത് ചെയ്യുന്നു? നീതു ഞാൻ ബികോം കഴിഞ്ഞു. ഇപ്പോ വർക്ക് ചെയ്യാണ് ടെലികോളറായിട്ട്. ടെലികോളറിന് ശരിക്കും വേണ്ട ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കഴിവല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ മസ്റ്റ് ആണ്. ഉദാഹരണത്തിന് ഞാനിപ്പം വിളിക്കുകയാണ്. ഹലോ ഹലോ, ഇത് ടെലികോളർ അല്ലേ? അതെ. ടെലികോളറുടെ പേരെന്താ? നീതു. നീതു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്ന ആളല്ലേ? അതെ. അതിന്റെ ടെലികോളർ അല്ലേ? അതെ. ഞാനിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അഡ്മിഷൻ കൊടുക്കണില്ലേ? ഓക്കെ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോ +2 കഴിഞ്ഞു, പിന്നെ 3 കൊല്ലം കഴിഞ്ഞപ്പോ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോ PG കഴിഞ്ഞു. MBA ജോയിൻ ചെയ്യാം. MBA കഴിഞ്ഞ് ഞാൻ PG കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ജോലി കിട്ടിയില്ലേ? ഞങ്ങളുടെ ഇവിടെ ടെലികോളറായിട്ട് വാക്കൻസി വരുന്നുണ്ട്. ടീം എയിൽ നീതുവിനെ പരിചയപ്പെട്ടു. അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് നീതുവിന്റെ സുഹൃത്താണ്. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. അതിൽ ആ കുട്ടിയുടെ പേരാണ് ജിസ്മി. ജിസ്മി, സ്വാഗതം. ജിസ്മി പാട്ടുപാട്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഞാൻ പഠിച്ചിട്ടില്ല. പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല, ഡാൻസ് പിന്നെ ഞാൻ പണ്ടേ പഠിച്ചിട്ടില്ല. ജിസ്മി രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരിടത്താണ്. രണ്ടുപേരുടെ ജോലി ഇതാണ്. ഈ ദേഷ്യപ്പെട്ട ആൾക്കാർ കോൾ ചെയ്യുമ്പോൾ ജിസ്മി വെച്ചിട്ടാണ് പോകുന്നത്. അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇല്ല, ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, നമുക്ക് സങ്കടക്കാവും. ഫസ്റ്റ് ചിലപ്പോ നമ്മള് ചെന്നിട്ട് ഫസ്റ്റ് വിളിക്കുന്ന ആള് തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ചിലപ്പോ സംസാരിച്ചെന്നൊക്കെ വരും. ആദ്യ ടൈമിലൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഇവരെങ്ങനെ. പിന്നെ നമ്മുടെ അന്നത്തെ മൂഡ് പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി അവരിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിളിക്കണ പോലെ തന്നെ ഒരുപാട് പേര് അവരിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ 1-2 പേര് മാത്രമാണ് നമ്മുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കണേ. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സൗമ്യമായിട്ട് നമ്മുടെ അടുത്ത് സാർ അതെ അല്ലെ കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരിനെയാണ് റെസ്പെക്ട് ചെയ്യണേ. ബോയ് ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ പൊളിക്കുമല്ലോ ഇന്ന്? വെരി ഗുഡ്. മൂന്നാമത്തെ നമുക്ക് ടീം എയിൽ നിന്ന് മൂന്നാമത്തെ കുട്ടിയെ പരിചയപ്പെടാം. ഈ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ തമിഴിലുള്ള ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ പേരാണ്. അതുപോലെ മലയാളത്തിലുമുള്ള ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ പേര്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നിമിഷം മലയാളത്തിലെ ആർട്ടിസ്റ്റിനെ ഞാൻ മറന്നുപോയി. അപ്പൊ ആ കുട്ടിയുടെ പേരാണ്, രണ്ടിലുമുള്ള ആർട്ടിസ്റ്റിന്റെ പേരാണ് നമിത. നമിത പ്രമോദും മറ്റേ നമിത. അപ്പൊ ഈ നമിത ആരെന്നറിയാമോ? നമിത ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ. എന്താ പഠിക്കണേ? BSc സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സോ? കംപ്ലീറ്റ് കട്ട വരച്ചിട്ടുള്ള പരിപാടി. ഏത് കോളേജിലാ നമിത? കേരളവർമ്മ. എല്ലാവരോടും ഹായ് പറയൂ. ഹായ്. ആരാ കൂടെ വന്നിരിക്കുന്നത്? ബ്രദേഴ്സ് ഉണ്ടോ? ബ്രദേഴ്സ് ആരൊക്കെയാണ്? 3 ആളുണ്ട്. 3 ബ്രദേഴ്സ് ഉണ്ട്. നേരെ ഓൺ ബ്രദേഴ്സ് ആണോ അല്ല കസിൻസ് ആണോ? കസിൻസ്. ഒരാൾ ബ്രദർ ആണ്. ഓക്കെ. ഇതിൽ ആരാണ് നമിതയുടെ സ്വന്തം ബ്രദർ? എന്താ പേരെന്താ ബ്രോസ്? അരുൺ. ഇപ്പുറത്തുള്ള ആളുടെ പേര് അജിത്ത്. ഇപ്പുറത്ത് നിതിൻ. നിങ്ങൾ ചെറുപ്പത്തില് വീട്ടിലുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ കൂട്ടം കൂടി കളിക്കാൻ പുറത്തുനിന്ന് ആളെ വേണ്ടല്ലോ അല്ലെ? വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലെ? അപ്പൊ ഉരുളക്കി ഉപ്പേരി പോലെ മറുപടിയാണ് ടീം എയിൽ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ടീം എ നമ്മൾ ഗംഭീരമായിട്ട് പരിചയപ്പെട്ടു. ഇനി ചുണക്കുട്ടികളാണോ ടീം ബി എന്ന് നമുക്ക് അറിയണ്ടേ? ആ ഉരുളി ഉപ്പേരി ഒക്കെ ഇവിടെ ഉണ്ടാവും അറിയാം. ഇനി നമ്മൾ ടീം ബിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ടീം എയിൽ നീ ഇപ്പൊ അവരുടെ ബ്രദേഴ്സിനൊക്കെ കൊണ്ടുവന്നു. ടീം ബിയിൽ ഞാൻ സിസ്റ്റേഴ്സിന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാറ്റ് ഈസ് സുജിത. വെൽക്കം.
സുജിത എന്ത് ചെയ്യുന്നു? ഞാൻ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി. ആ, ഫൈനൽ എക്സാം എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് ലേറ്റ് ചെയ്യാം. ജയിക്കോ? ജയിക്കുമായിരിക്കും. എവിടെ സ്ഥലം? നാട്ടിലെവിടെയാ? കാസർഗോഡ്. ഈ കാസർഗോഡ് വരെയാണ്. അതെ, നമ്മ കാസർഗോഡാന്ന്. നമ്മള് കാസർഗോഡാണ്. ആ, എന്തെല്ലാന്ന് വിശേഷം? സുഖമായിട്ടുമുണ്ട്. ഏടുന്ന് വരുന്നു കാസർഗോഡ്? കാസർഗോഡ് പാലക്കുന്ന് കോട്ടിക്കുളം. ആ, കാസർഗോഡ്. പാലക്കുന്ന് കോട്ടിക്കുളം. ഓക്കേ. കാസർഗോഡ് എന്തെല്ലാം ഉണ്ട് വിഷയം? വിഷയം ജോറന്നെയാ? ജോറന്നെ. നല്ല മജയുണ്ടാ? മജ്ജയുണ്ട്. അത് മതിയില്ല. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുജിതയുടെ സിസ്റ്റർ സുവിജ. ഓക്കെ, സുവിധ സ്വാഗതം. സുവിധ എന്താ ചെയ്യണേ? ഒരാള് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, അടുത്ത ആൾ എന്താണ്? ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. ഇപ്പൊ ജോലി നോക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ആകാൻ ആഗ്രഹമില്ലായിരുന്നു? എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ അത്ര താല്പര്യം താല്പര്യം ഇല്ല. ഏത് ഫീൽഡാണ് താല്പര്യം? ഈ ടെക്നിക്കല് അങ്ങനെയുള്ള ടെക്നിക്കലാണ്. എന്നിട്ട് ബിടെക്കിന് എത്ര സപ്ലൈ ഉണ്ട്? സപ്ലൈ ഇപ്പൊ ഒന്നുണ്ട്. ഒന്നുണ്ട്, ഇല്ലാണ്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബിടെക് കാര്യം അല്ലേ? അതെ, Okay. സപ്ലൈ ഇല്ലാതെ ബിടെക്കേ ഇല്ലല്ലോ. അയ്യോ, എവിടെ പഠിച്ചത്? മാംഗ്ലൂർ. മാംഗ്ലൂരിലാണ്. മാംഗ്ലൂരിൽ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കൂടെ പഠിക്കാൻ. അതെ, ഒരുപാടുണ്ടായിരുന്നു. ഈ രണ്ട് ഇതിൽ ആരാണ് ചേച്ചി അനിയത്തി? ഞാൻ ചേച്ചി, അവളെ അനിയത്തി. ഓക്കെ. ആഹാ. ദീപ, ഞങ്ങളുടെ ടീമിൽ കംപ്ലീറ്റ് സൂസു ആണ്. ആ. അടുത്തതായിട്ട് വരാൻ പോകുന്നത് സൈമ. പ്രാസത്തിലാണ്. സാപ്രാസത്തിലാണ്. ഡിസൂസ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ മംഗലാപുരത്ത് നിന്നാണ് നമ്മുടെ സൈമ വരുന്നത്. സൈമ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ കൂടിയാണ്. ഓ, ആ. വെരി ഗുഡ്. സൈമ, വെൽക്കം. താങ്ക് യു. നാട്ടിലെവിടെയാ? നാട്ടിൽ പത്തനംതിട്ട. പത്തനംതിട്ടക്കാരിയാണ്. എന്തിനാ മംഗലാപുരത്ത് പോയി? അവിടെ ഒന്നും സ്കൂളിൽ പോയിക്കൂടായിരുന്നോ? അല്ല, ചുമ്മാ ഒന്ന് എങ്ങനെ ഒരു ചേഞ്ച് വേണ്ടേ? കേരളത്തിന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ചേഞ്ച് വേണ്ടേ എപ്പോഴും ലൈഫ് ആകുമ്പോ? അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചേഞ്ച് അവിടെ ഉള്ളത്? ചേഞ്ച് കിട്ടുന്നുണ്ടോ? ആ കുട്ടി ചേഞ്ചിന് വേണ്ടി ഒരു 2000 ചേഞ്ച് തന്നെ. സൂരജ്, ആ ചേഞ്ച് ഒന്നുമല്ല. ഒരു കാര്യം മനസ്സിലായി, ആ കുട്ടിയുടെ ലൈഫിലെ പ്രയോറിറ്റി എന്തിനെന്ന് അറിയാമോ? സ്വന്തം കാര്യമാണ്. ആ, അല്ല, വീട്ടുകാരെ കളഞ്ഞ് അല്ലല്ല, ഫാമിലി ഫുൾ അവിടെ. ഫാമിലി എവിടെയാണ്? ഓ, എന്റെ വേറെ ഫാമിലി, level. എന്റെ അമ്മ എല്ലാരും അവിടെ. എല്ലാവരും അവിടെ. അപ്പൊ പത്തനംതിട്ട അപ്പൊ ഉപേക്ഷിച്ചു. അല്ല, അവിടെ അമ്മയുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അവര് ആരും ഇല്ല. സോ ഓക്കെ. അപ്പൊ കന്നഡ കൊത്തുമാ? ಆ ಅನ್ನ ಕನ್ನಡ ಕೊತ್ತಿಯಾಟ ಏನ್ ಹೇಳ್ಬೇಕು ಏನ್ ಹೇಳ್ಬೇಕು ಏನು ಹುಗ್ಗ ಬೆಲೆಗಿದ್ದ ಏನ್ ಹೇಳ್ಬೇಕು അങ്ങനെയൊന്നുമില്ല. ബക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ട്. വേറെ അല്ല, എന്താ ഞാൻ പറയണ്ടേന്ന്? ഓ, അതാ ചോദിച്ചത്. അങ്ങനെ ഞാൻ വിചാരിച്ചു നല്ല എന്നെ കുറച്ച് പൊക്കി പറഞ്ഞേ. ഞാൻ വിചാരിച്ചെന്നറിയാമോ, ഇവൻ എത്ര പിരി ഇളകിയിട്ടുണ്ടെന്ന്. കുറച്ച് ഞാൻ വെച്ച് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ചോദിച്ചതെന്ന് പറഞ്ഞേ. പൊക്കി പറഞ്ഞ എന്നെ 2 വാക്ക് പൊക്കി പറഞ്ഞേ. ನೀವು ಚಂದ ಇದೀರಿ. നല്ല നല്ല ഭംഗിയുണ്ടല്ലേ? അല്ല, നീ രണ്ട് ഞാൻ ചന്ദ്രമാമനെ പോലെ ഉണ്ടെന്നാ പറഞ്ഞു. വീട്ടിലാരൊക്കെയുള്ള? വീട്ടില് ഹസ്ബൻഡ്, 3 പിള്ളേർ. കല്യാണം കഴിഞ്ഞ ആളാണ്. അതാണ് കിസ്കോട്ടി കുറച്ച് വൈകി തന്നത്, കുറച്ച് ബുദ്ധിമുട്ട്, ലേറ്റ് ആയത്. 3 പിള്ളേരുണ്ട്. 3 പിള്ളേരുടെ അമ്മയാണ് ഈ ഇരിക്കുന്നത്. നമ്മള് ടീം BM പരിചയപ്പെട്ടു. ഇനി പരിചയപ്പെടേണ്ട നമ്മുടെ മത്സരമാണ്. മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയില് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത് ഇതിലെ മാസീവ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ്. ദാറ്റ് ഈസ് ബാഹുബലി ബോയ്സ്. സവാരി ഗിരി മത്സരത്തിൽ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന എന്താണ് ഈ മത്സരം എന്നാണ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. എന്നാൽ കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കിക്കിംഗ് ഫ്ലോർ ആണ്. റൈറ്റ് സൈഡ് ഒരു ബക്കറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഒരു ബക്കറ്റ് ഉണ്ട്. റൈറ്റ് സൈഡിലെ ബക്കറ്റ് ടീം എയുടെ ആണ്, ലെഫ്റ്റ് സൈഡ് ടീം ബിയുടെ ആണ്. 12 ബക്കറ്റ് വെള്ളവും ഇവിടെ നിറച്ചിട്ടുണ്ട്. ടീം എ ആണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന. ടീം എയിൽ നിന്ന് ഒരാൾ വന്ന് 2 ബക്കറ്റ് വെള്ളമായിട്ട് പോകുന്നു. ആ പോകുന്ന വെള്ളം അതാത് ബക്കറ്റുകളിൽ ഫില്ല് ചെയ്യുക. ഏറ്റവും കൂടുതൽ വെള്ളം ഫില്ല് ചെയ്യുന്ന ടീം ഏതോ ആ ടീമിന് 300 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും കിട്ടുക. ബോയ് മോയിലെ ആദ്യം മത്സരം, സവാരിഗിരി മത്സരം ഇവിടെ തുടങ്ങുകയാണ്. അതിനായിട്ട് നമുക്ക് ക്ഷണിക്കാം ടീം എ. ടീം എ, പ്ലീസ് കം. സവാരിഗിരി മത്സരം ഇവിടെ തുടങ്ങിയാണ്. ആദ്യം ടീം എയിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത് നമിത. നമിത, ഗുഡ് ലക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്. വെരി ഗുഡ്. നമിത, പൊക്കി പിടിക്കാൻ വിടരുത്. നമിത, വെരി ഗുഡ് നമിത, നമിത. നല്ലൊരു നമിത. കബഡി.
അടിപൊളി. എല്ലാം പോയി. അച്ഛാ. നമിത എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും? അടിപൊളി. അടിപൊളി. വെള്ളം നിറയ്ക്കാൻ സാധിച്ചില്ല, എന്നാൽ മത്സരം എൻജോയ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ടീമെയിൽ നിന്ന് നെക്സ്റ്റ് നീതു. നീതു, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം Starts now. 3, 2, 1, go. അടിപൊളി. വെരി ഗുഡ് നീതു, വെരി ഗുഡ്, ഗുഡ് ജോബ്. ഇത് ബക്കറ്റ് വീഴുന്നു, പൊക്കി. അയ്യോ. Go. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതായത് ഇവിടുന്ന് ഏകദേശം 3/4 ഭാഗവും ആ 2 ബക്കറ്റിൽ വെള്ളം അതുപോലെ കൊണ്ട് അവിടെ വെച്ചിട്ടാണ് കയ്യിൽ നിന്ന് പാളിപ്പോയത്. ബാഹുബലി ബോയ്സ് ഭയങ്കര സ്ട്രോങ് ഭയങ്കര സ്ട്രോങ് ആണ്. അവര് വീക്ക് ആയിരിക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ നോക്കായിരുന്നു അല്ലേ? അതാണ്. അടുത്ത ടീമിൽ നിന്ന് പങ്കെടുക്കാൻ പോകുന്നത് ജിസ്മി. ജിസ്മി, ഓൾ ദ ബെസ്റ്റ്. ഭാഗ്യമൊന്നും നമുക്കൊരു വിഷയമല്ല, കഴിവിലാണ് കാര്യം. ജിസ്മി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. Very good. Go, 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 go. Very good. Very good. Wow, very good. Super. അയ്യോ, അവിടെ കളഞ്ഞ്. ശ്രദ്ധിച്ചിറങ്ങ, ശ്രദ്ധിച്ചിറങ്ങ. സ്പീഡ് വേണ്ട അവിടെ. അവിടം വരെ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. 2 ബക്കറ്റിൽ വെള്ളം. എന്താ ഇതിനെ പറ്റിയേ? എന്നെ നെഞ്ചിങ്ങനെ പിടിച്ചോ. സ്ട്രാറ്റജി ഒക്കെ ആയിരുന്നല്ലോ. എന്തായിരുന്നു ഇതിനെ പറ്റിയേ? മനസ്സിൽ സത്യം പറഞ്ഞ ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. ഒന്നും വർക്കൗട്ടായി. ഇവിടെ എല്ലാം പോയി, എല്ലാം തകർന്ന് തരിപ്പണായി. ഓക്കെ, നമുക്ക് ഒരു ചാൻസ് കൂടെ ഉണ്ട്. വെയിറ്റ്. ടീമെയിൽ നിന്ന് സവാരിഗിരി മത്സരം വീണ്ടും മത്സരിക്കാൻ വേണ്ടി വരുന്നു നമിത. നമിത, ഒരു ചാൻസിൽ നമ്മൾ തോറ്റുപോയെങ്കിലും 2ാമത്തെ ചാൻസിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. നമിത, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ഓക്കെ, പിടിക്കേ, പുറത്ത് വയ്ക്കേ, പുറത്ത് വയ്ക്കേ. ശ്രദ്ധിച്ചിറങ്ങണം, വിടരുത്. ശ്രദ്ധിച്ചിറങ്ങണം, വിടരുത്. സൂപ്പർ, സൂപ്പർ. അടുത്ത് ടീമെയിൽ നിന്ന് വീണ്ടും വരാൻ പോകുന്നു നീതു. നീതു, നമിത കണ്ടല്ലോ, നമ്മൾ ആ 2ാമത്തെ ചാൻസ് ഒരിക്കലും മിസ് ആവരുത്. നീതു, ഓൾ ദ ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. അയ്യോ, അത് കളയരുത്. അത് വിട്, അത് പൊക്കിപ്പിടി, പൊക്കിപ്പിടി. വെരി ഗുഡ്, വെരി ഗുഡ്. ഗോ. അങ്ങനെ പോരുത്, പുറത്ത് പോരുത്. Good job, good job. ഓക്കെ, ഏറ്റവും സ്മാർട്ട് ആയിട്ട് എന്റെ പ്രതീക്ഷ വരാൻ പോകുന്ന ഈ കുട്ടിയിലാണ്. കാരണം നേരത്തെ കുറച്ച് പാളിപ്പോയെങ്കിലും ജിസ്മി, ഓക്കെ, നീ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ കുറച്ചെങ്കിലും എത്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ തിരികെ വരണം, കാണിച്ച് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 2 പേരും മിടുക്കിലാണ് തെളിയിച്ചു ഇപ്പൊ 2ാമത്തെ ചാൻസിൽ. യുവർ ടൈം Starts now. 3, 2, 1, go.
ജിസ്മി 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 ഇവിടെ ജിസ്മി കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജിസ്മി അത് വിട്ടിട്ടില്ല. ജിസ്മി അത് വിട്ടിട്ടില്ല. ഇടുക്കി സൂപ്പർ നല്ലൊരു കൈ ഓഡിയൻസ്. അടിപൊളി ജിസ്മി, കിടവൻ ജിസ്മി. ആവേശവും വാശിയും നിറഞ്ഞ മത്സരമായിരുന്നു ടീം എയുടെ സവാരിഗിരിയിലെ ആദ്യത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് കാണുമ്പോ കുറച്ച് ബുദ്ധിമുട്ടും ഞങ്ങളുടെ പിള്ളേർ, എന്നാലും കുഴപ്പമില്ല അല്ലെ, നമ്മൾ പിടിക്കില്ല. അതായത് അതാണ് ടീം ബിക്ക് ഒരു ചെറിയ ടാസ്ക് ആയതാണ് പറയുന്നത്. കാരണം ഇതിനെ ഒന്ന് ക്വാണ്ടിറ്റി ഇതിനേക്കാളും കൂടുതൽ നിറയ്ക്കണം. എന്തായാലും അവർക്ക് ആ ടാസ്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. നമുക്കൊന്ന് ആഘോഷിച്ചാലോ? മുരുക മ്യൂസിക് പ്ലീസ്. വാശിയേറിയ ഈ മത്സരത്തിൽ ഈ ടാസ്ക് അച്ചീവ് ചെയ്യാൻ ടീം ബിക്ക് സാധിക്കുമെന്ന് ഒന്ന് കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഒന്നാം ഘട്ടത്തിന്റെ അവസാനത്തുമ്പോഴേക്കും മത്സരാർത്ഥികൾ ആവേശത്തിലെത്തുന്നു, കാഴ്ചക്കാര് അതിലേറെ ആവേശത്തിലിരിക്കുന്നു. ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അതിലും ആവേശം കഴിഞ്ഞ ഒരു മത്സരമാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞ് അവരൊന്ന് റിലാക്സ് ചെയ്യുന്നത്. അപ്പം അതിലെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വരാൻ പോകുന്ന ആരാണ്? ടീം ബി, വെൽക്കം. മൂവിംഗ് ഓൺ ദ ഗെയിം, ദാറ്റ് ഈസ് സവാരിഗിരി ടീം ബിയിൽ ആരാണ് സുരജ്? ടീം ബിയിൽ നിന്ന് സവാരിഗിരിയിൽ മത്സരിക്കാൻ ആദ്യം എത്തുന്നു സുജിത. സുജ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3 2 1 ഗോ. അതന്നെ. അയ്യോ വിടല്ലേ. അത് സേഫ് ആക്കി പിടിക്കും. നിലത്ത് വെച്ച് പോയി. സൂപ്പർ, ഗുഡ് ജോബ്. 2 തുള്ളിയെങ്കിൽ 2 തുള്ളി, അതാ ഇവിടെ എത്തിയല്ലോ. പറയൂ, എന്താണ് എന്താ സംഭവിച്ചത്? അവിടെ എത്തിയപ്പോ എന്തിനാണ് നിലത്ത് കളഞ്ഞത്? അവര് നല്ലോണായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം അടിക്കണ്ടെന്ന് പറയണായിരുന്നു. സുജിത മത്സരിക്കുമ്പോഴേ അവിടുന്ന് ടീച്ചർ ഇവിടെ പറയുന്നത് അറിയാമോ? എടി ഇങ്ങനെയൊന്നും പോരുത്, ബക്കറ്റ് കളയരുത് കേട്ടോ. നീ നമ്മളെ ജീവൻ പോയാലും ബക്കറ്റ് കളയാൻ പാടില്ല. ഭയങ്കരമായ പ്ലാനിംഗ്. മോട്ടിവേറ്റ് ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? അടുത്തായിട്ട് സിസ്റ്റർ ആണ് വരാൻ പോകുന്നത്, സുവിജ. ഓക്കെ സുവിജ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. അതുപോലെ കളയല്ല.
അനിയത്തെക്കാളും ചേച്ചി കുറച്ച് നിറച്ചു. താങ്ക് യു. ആ ഓക്കെ, പറയൂ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അവര് ഭയങ്കരത്തിൽ അങ്ങ് തള്ളുന്നുണ്ട്. ഭയങ്കര തള്ളാണ്. അതെ, അവരോട് ഇനി തള്ളണ്ടെന്ന് പറയാ, എനിക്ക് നടക്കാൻ വേണ്ടിട്ടായിട്ടേ ഇതൊന്നും ചെയ്യണ്ട. ജീവൻ കളഞ്ഞാലും ബക്കറ്റ് കളയരുത് പറഞ്ഞ കുട്ടിയാണ് അടുത്ത് വരാൻ പോകുന്നത്. ഉപദേശിച്ചിട്ട് നമ്മൾ, എനിക്ക് എന്റെ ടീച്ചറാണ് ഇന്നത്തെ ക്യാപ്റ്റൻ കേട്ടോ. ടീച്ചറിന് ഞാൻ ബക്കറ്റ് വെള്ളം കൊടുക്കാം. ടീച്ചറെ ഇന്ന് പൊളിക്കണം. ജീവൻ കളഞ്ഞാലും ബക്കറ്റ് വെള്ളം കളയരുത്. ഇല്ല. ഓൾ ദി ബെസ്റ്റ്. ഭയങ്കര കോൺഫിഡന്റ് ആണ് നമ്മൾ. Your time starts now. 3, 2, 1 go. Very good. Very good. സൂപ്പർ സൂപ്പർ. അത് സൂപ്പർ സൂപ്പർ. Very good. Very good. That is the teacher. Very good. പ്ലാൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്ലാന്. ടീച്ചർ നേരത്തെ അവിടെ എന്നോട് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അതായത് സൂര്യ ചേട്ടാ, ഞാൻ 2 ബക്കറ്റ് എന്തായാലും എത്തിക്കില്ല, 1 ബക്കറ്റ് ഞാൻ മസ്റ്റ് ആയിട്ട് എത്തിക്കുന്നു. അത് കറക്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു കോൺഫിഡൻസ്. ടീച്ചറെ അഗൈൻ ടീം ബിയിൽ നിന്ന് വലിയ പ്രതീക്ഷയായിട്ട് നിന്ന് വീണ്ടും വിടുകയാണ് സുജിത. 1 ബക്കറ്റ് എത്തിച്ചാൽ സുജിത. സുജിത, ഓൾ ദ ബെസ്റ്റ്. എല്ലാ പ്രതീക്ഷയും സുജിതയിലാണ്. സൂരജിന് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ഫ്രണ്ടിലോട്ട് മൂവ് ആയിപ്പോ. ഒന്ന് പോയാലും മറ്റേത് കളയരുത്. താഴെ കുത്തരുത്. വെരി ഗുഡ്. വളരെ കുറച്ചുകൂടി. വെരി ഗുഡ്. അപ്പുറത്ത് വെക്ക്. അടിപൊളി. സൂപ്പർ. കിടിലോസ്കി. That is the sister. Super. Good job. Very good job. സിസ്റ്ററെ, സ്വന്തം സിസ്റ്ററുടെ വരവ് കണ്ടല്ലോ. ഇനി ഈ സിസ്റ്ററുടെ പ്രതീക്ഷയാണ്. നെക്സ്റ്റ് അഗൈൻ വരുന്നു സുവിജ. Your time starts now. 3, 2, 1 go. Super. Good try. Very good try. സ്വന്തമായി കൊണ്ടുപോയ ബക്കറ്റിലെ വെള്ളം കഴിച്ച് നീന്തുന്നു. സൂപ്പർ. അടിപൊളി. വരൂ. ഞങ്ങളുടെ ക്യാപ്റ്റൻ അഗൈൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. Captaincy കൊടുത്തു. സ്വന്തം ടീച്ചർ സൈമ, all the best. Your time starts now. 3, 2, 1 go. അത് പോട്ടെ, അത് കളഞ്ഞു. അത് വേണ്ടെന്ന് വെച്ചു കൂട്ടി. അടിപൊളി. നിങ്ങളിത് കാണുക. സൈമ എന്ന പോരാളിയെ കാണുക. നിങ്ങൾ സൂരജ് പറഞ്ഞ പോലെ നിങ്ങൾ ഇത് കാണുക. നമ്മളെല്ലാവരും ഇത് കണ്ടു. സാധാരണ ബോയിങ്ങിൽ സവാരിയിൽ മത്സരം കഴിയുമ്പോൾ നമ്മൾ അവിടെ പോയി വാട്ടർ ക്വാണ്ടിറ്റി ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിന്ന് അതിന്റെ ഒരു ആവശ്യമില്ല. ഇങ്ങോട്ട് നോക്കിയേ, ബക്കറ്റ് അവിടെ നിറഞ്ഞ് തുളുമ്പറിയിരിക്കുകയാണ്. സോ ഇവർക്ക് ടീം ബി കിട്ടുന്നത് 3 points. വെരി ഗുഡ്. അടിപൊളി. തീർച്ചയായിട്ടും ടീം ബിയുടെ ആഘോഷത്തിൽ നമുക്കൊന്ന് പങ്കുചേരണം. അതിനായിട്ടൊരു മ്യൂസിക് പ്ലീസ്. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല, പോയിന്റും ഇവിടെ അവസാനിക്കുന്നില്ല. കാത്തിരുന്ന് കാണുക. ദിസ് ഇസ് ബോയിങ് ഹാവ് എ ഷോട്ട്.
മത്സരിക്കുന്നവരുടെ ആവേശം കൊണ്ട് കാഴ്ചക്കാരുടെ ആവേശം ആകാശത്തിലെത്തിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മത്സരത്തിന് വേണ്ടത് പ്രയോറിറ്റി എന്ന് പറയുന്നത് വീറും വാശിയാണ്. ആ വീറും വാശിയും തെളിയിക്കുന്ന ഒരു മത്സരമാണ് അടുത്ത് വരാൻ പോകുന്നത്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാം, ഒരു റോളിംഗ് ട്യൂബ് കാണാം, രണ്ട് സൈഡ് രണ്ട് പില്ലോ അടുക്കിയിരിക്കുന്നത് കാണാം, മാത്രമല്ല രണ്ട് ബോർഡർ ലൈനും കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു, ടീം ബിയിൽ നിന്ന് ഒരാൾ വരുന്നു. രണ്ടുപേരും തലയണയായിട്ട് മുന്നോട്ട് പോവുക. ആദ്യം റെഡ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആരോ അവർക്ക് 50 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന്റെ തലയണ തട്ടിയിടുകയോ അല്ലെങ്കിൽ അവരെ തള്ളി താഴെയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ 150 പോയിന്റ് ടോട്ടലി കിട്ടും. 100 പോയിന്റ് അവിടെ കിട്ടും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോ പറഞ്ഞതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, തലയണ മന്ത്രം മത്സരിക്കാൻ റെഡി അല്ലേ? ടീം എയിൽ നിന്ന് തലയണ മന്ത്രം വീറും വാശിയോടെ മത്സരിക്കാൻ വരുന്നു നീതു. ടീം ബിയിൽ നിന്ന് വരുന്നു സുജിത. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go. Good job. എനിക്ക് ബില്ലെടുക്ക്. സൂപ്പർ. നീതു സുജിതയാണ് തലയുടെ മന്ത്രത്തിൽ ആദ്യം മത്സരിക്കാൻ എത്തിയത്. നീതു കുറച്ച് സ്ലോ ആയി പോയി, സുജിത ഫാസ്റ്റ് ആയിട്ട് ഈ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. സുജിതക്ക് അധ്വാനം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സുജിത? സൂപ്പർ ആയിരുന്നു. നീതുവിന് എന്താ പറ്റിയേ? ടീം ബി ആണ് ഇവിടെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. ടീം ബി കിട്ടുന്ന 50 പോയിന്റ് മാത്രമല്ല, ഓപ്പോസിറ്റ് ടീം എയുടെ തലയണയും താഴെ പോയി. അതുകൊണ്ട് ടീം ബി കിട്ടുന്നത് 150 പോയിന്റ് ആണ്. സൂപ്പർ, ഗുഡ് ജോബ്, വെരി ഗുഡ് ജോബ്. എന്തായാലും നീതുവിന് കുറച്ച് വിഷമമായി. നമുക്ക് ആ പ്രതീക്ഷ ടീം ബി എക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്കൊരു മ്യൂസിക് പ്ലേസ്. ബോയില് തലയണ മന്ത്രത്തിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ടീം ബി ആണ് 150 പോയിന്റ് നേടിയിരിക്കുന്നത്. വെരി ഗുഡ്. പ്രതീക്ഷകൾ ഇനിയും അവസാനിക്കുന്നില്ല. ആ പ്രതീക്ഷയോടെ ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു ജിസ്മി. ടീം ബിയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ ക്യാപ്റ്റൻ Three, 2, 1, go. സൈമ പില്ലോടുക. അടി പോട്ടെ. എന്തോ മുന്നേ വൈരാഗ്യമുണ്ട്. സൂപ്പർ. ക്യാപ്റ്റൻ ഒരു പാവം കുട്ടിയെ കോഴിയെ പിന്നുന്ന പോലെ പിന്നിക്കളഞ്ഞു. എന്റെ തലയണ വലിച്ചു പറിച്ചു. അതായത് നമ്മുടെ പില്ലോ ഫൈറ്റ് ആണ്. നിങ്ങൾ പില്ലോ ഫൈറ്റ് അല്ല, നിങ്ങൾ പരസ്പരം പില്ലോ വാങ്ങിച്ചു വെച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിക്കണ്ടേ? അപ്പൊ അവളുടെ പില്ലും കിട്ടി. ഓക്കെ, അടിപൊളി. അപ്പൊ ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇപ്പൊ എന്തായാലും ടീച്ചർക്ക് വേണ്ടിട്ട് മാസമായിട്ട് കൈയടിക്കുന്നുണ്ടാവും. ജിസ്മി, എന്താണ് കുറെ പ്രഹരം കിട്ടിയത്? ആരുടെയൊന്നും പിടിച്ചു വലിക്കാൻ പാടില്ല, അങ്ങനെ അതായത് ദാനധർമ്മിയായിരുന്നു ജിസ്മി പറയുന്നത് ആരുടെ പില്ലോ പിടിച്ചു വാങ്ങിക്കാൻ പാടില്ല, ചോദിച്ചാൽ ഞാൻ കൊടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദിച്ചപ്പോ ഓപ്പോസിറ്റ് ടീമിന് കൊടുത്ത് ഓപ്പോസിറ്റ് ടീമിന് കിട്ടുന്ന 100 പോയിന്റ് ആണ്. സൂപ്പർ. എന്തായാലും കുട്ടി ഓട്ടപ്പന്തയത്തിൽ വിജയിച്ചിരിക്കുകയാണ്. റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ടീം എ കിട്ടുന്ന 50 പോയിന്റ്സ് ആണ്. ഗുഡ് ജോബ്. തലയുടെ മന്ത്രത്തിന്റെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ രണ്ട് മെലിഞ്ഞ ആൾക്കാരുടെ പോരാട്ടമായിരുന്നു. അതിലെന്തായാലും അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് തെളിയിച്ചു. ടീം ബി 100 പോയിന്റ് നേടി. ടീം എ നേടിക്കുന്ന 50 പോയിന്റ് ആണ്. അങ്ങനെ ടോട്ടൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടീം എക്ക് ഇപ്പോഴും 50 പോയിന്റ് തന്നെയാണ്. ഇവിടെ ടീം ബിക്ക് 250 പോയിന്റ്. വെരി ഗുഡ്. തലയണ മന്ത്രത്തിന്റെ മൂന്നാം ഘട്ടമാണ് വരാൻ പോകുന്നത്. ആ മൂന്നാം ഘട്ടത്തിന് ഞാൻ ക്ഷണിക്കുന്നു നമിത. ആൻഡ് ടീം ബിയിൽ നിന്ന് വരുന്നു സുവിജ. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go.
വെരി ഗുഡ് വെരി ഗുഡ്. രണ്ടുപേരും നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. ഏറ്റവും നല്ല ആരോഗ്യം നമിത കാണുന്നത് മനസ്സിലായി. സാധാരണ നമ്മുടെ തലേണ മന്ത്രം മത്സരത്തിൽ ഭാരം കൂടിക്കഴിഞ്ഞാൽ ഇതിൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷെ നമിത ഇവിടെ ആ ഭാരം ഒന്നും ഒരു ഘടകമല്ല. തെങ്ങിന്റെ മുകളിലൂടെ ഓന്ത് പോകുന്ന പോലെ പോയത്. എന്താ പറ്റിയ ടീം ബി എന്ന് ആദ്യം പറയും. എന്താ പറ്റിയേ? കൂടെ ഉണ്ടായ ആള് ഭയങ്കര സ്ട്രോങ് ആണ്. ആ വരവ് കണ്ടപ്പോ ബാക്കോട്ട് പോകുന്നു. ഓക്കെ, അടുത്ത നമിത പറയും. സ്ട്രോങ് ആണ്, നല്ല എനർജിന്റെ. നല്ല എനർജി ഉണ്ട്. എന്നിട്ടാണ് ആ ഭാഗത്തെത്താൻ വേണ്ടിട്ട് സമ്മതിക്കാൻ. ഞാൻ കാറ്റ് കൊണ്ടിട്ട് കുട്ടി ബാക്കോട്ട് പോയി. ടീം എക്ക് കിട്ടുന്നത് 150 പോയിന്റ് ആണ്. വെരി ഗുഡ്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. എന്തായാലും വെള്ളത്തിൽ വീണപ്പോ രക്ഷിച്ചില്ലേ, ആ സന്തോഷം നമുക്കൊരു മ്യൂസിക് ആവാം. മ്യൂസിക് പ്ലീസ്. തലയുടെ മന്ത്ര മത്സരം അവസാനിക്കുമ്പോൾ മൂന്നാം ഘട്ടത്തിൽ ടീം എ ആണ് 150 പോയിന്റ് നേടിയിരിക്കുന്നത്. ടീം ബിക്ക് 0 പോയിന്റ് ആണ്. അങ്ങനെ ടോട്ടലി നോക്കുന്ന സമയത്ത് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ടീം ബി നേടിയിരിക്കുന്നത് 250 പോയിന്റ് ആൻഡ് ടീം എ നേടിയിരിക്കുന്നത് 200 പോയിന്റ്. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും നല്ല പോയിന്റ് ഒക്കെ രണ്ടുപേരും കിട്ടിയിട്ടുണ്ട്. ഞങ്ങള് ഒരു 50 പോയിന്റ് ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ടീമിൽ വേറെയും ടാലന്റ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മംഗലാപുരത്തുള്ള ടീച്ചറുടെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് ടീച്ചറുടെ സ്പെഷ്യൽ പെർഫോമൻസ്. ഈ ആഘോഷ കാഴ്ച ഇവിടെ അവസാനിക്കുന്നത്. ഇതിലും വലിയ രസക്കാഴ്ച നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെ വരാൻ പോകുന്നതാണ്. ഒരു നിമിഷം ഒന്ന് കാത്തിരിക്കുക. This is Boing Boing. Have a short break. Boing boing. Boing boing. മാനത്ത് പൊങ്ങി പറന്നാലും മണ്ണിനെ വിട്ട് കളിക്കരുതെന്ന് പറയാറുണ്ട്. ഇനി മാനത്തോട്ട് കയറുന്ന, മാനത്ത് നിന്ന് തള്ളി താഴേക്കിടുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മാനത്തോട്ട് കയറാൻ പോവുകയാണല്ലേ? മാനത്തോട്ട് കയറാൻ പോകുന്ന ഉയരങ്ങളിലേക്ക് കയറാൻ പോകുന്നു. ഉയരങ്ങളിലേക്ക് കയറാൻ പോവാണ്. ഏറ്റവും കൂടുതൽ അത് രസക്കാഴ്ചകൾ സമ്മാനിക്കാൻ പോകുന്ന ഗെയിമാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുടുകൂടെ ചിരിപ്പിക്കുന്ന ഗെയിമാണ് വരാൻ പോകുന്നത്. ആ ഗെയിമിന്റെ പേരാണ് താമരശ്ശേരി ചുരം. All set? ടീം എക്കും ടീം ബിക്കും താമരശ്ശേരി ചുരം കയറാനായിട്ട് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താമരശ്ശേരി ചുരം കയറാണ് ടീം എയും ടീം ബിയുടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ബോൾസ്, അതായത് ടീമിന്റെ ബോൾസ് കയ്യിലെടുക്കാം. ഓക്കെ, ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. Good job, very good job. Very good, very good. Saima is superb. സൈമ വിജയക്കൊടി നാട്ടാൻ വേണ്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. സൈമ സൈമ പാസ് ക്യാപ്റ്റൻ. Yes, good job. Very good.
അവിടെ ജില്ലു ബില്ലുന്റെ കൂട്ടാക്രമണമാണ് ജിസ്മിക്കെതിരെ. വാ ഛോ. Last 3 minutes. Wow, Jismi, great job. Last 2 minutes. Last 30 seconds. Last 20 seconds. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ്. പ്ലീസ് കം ജിലു ബിലു. ബോയിലെ എല്ലാ ആവേശം നിറഞ്ഞ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. താമരശ്ശേരി ചുരമാണ് ഏറ്റവും കൂടുതൽ വീറും വാശി ആവേശത്തോടു കൂടി മത്സരിച്ച് കണ്ടസ്റ്റൻസ് എല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ എക്സ്പീരിയൻസ് നമുക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് മത്സരം? അടിപൊളിയായിരുന്നു. ഓക്കെ, പൊളിച്ചു. അടുത്ത ആള്. അടിപൊളി. അടിപൊളി. അത് വേറൊരു മോഡലേഷൻ. അടിപൊളിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമിത. സാധാരണ നമിത ഇവിടെ ഇച്ചിരി ശരീരത്തിൽ വെയിറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ താമരശ്ശേരി ചുരം കയറാൻ ബുദ്ധിമുട്ടാണ്. നമിത പയറ് പോലെയാണ് കയറിപ്പോയത്. പറഞ്ഞിട്ടാണ് കയറിയത്. എന്താണെന്നോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട് ബോയിങ്ങിലെ എല്ലാ മത്സരം അവസാനിക്കുമ്പോ? ഒന്നിനോടൊന്ന് മെച്ചം. ഒന്നിനോട് മെച്ചം. വെരി ഗുഡ്, അടിപൊളി. ഞങ്ങളുടെ ടീമിലെ ടീം ബിയില് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ക്യാപ്റ്റൻ ആണ്. ക്യാപ്റ്റനാണ് കാണിച്ചു കൊടുത്തത് പെട്ടെന്ന് കയറി വരാൻ. ആദ്യം കയറി എന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവരതനുസരിച്ചില്ല. പക്ഷെ ക്യാപ്റ്റൻ കാര്യം സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. ആ ബില്ലു എനിക്ക് തലക്കിട്ട് എറിഞ്ഞെറിഞ്ഞ് എന്റെ തല പോയില്ല. ബില്ലു തലക്കിട്ട് എറിഞ്ഞു, എന്നിട്ടും വിട്ടില്ല ബോൾ. വിടുവായിരുന്നു. എന്നിട്ടാണ് അവിടെ ചെന്ന് ബില്ലുന്റെ കൂടെ ഭയങ്കര ഡാൻസ്. ചുമ്മാ. എങ്ങനെയുണ്ട് ടീച്ചർ എല്ലാ മത്സരം അവസാനിക്കുമ്പോ? സൂപ്പർ. ഇനി അടുത്ത ഇവരോടാണ് ചോദിക്കാനുള്ളത്. ഇവരോട് ഒരു കാര്യം എനിക്ക് സൂരജ് പറയാനുള്ളൂ. ഇവർ ആക്ച്വലി മത്സരിച്ചെങ്കിലും ഇവർ തോൽക്കാൻ കയറാൻ പറ്റുന്ന അറിയാമോ? ഞാൻ നോക്കിയപ്പോ ചേച്ചി കയറുന്നുണ്ട്, അനിയത്തി പുറകിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അടുത്ത ചേച്ചിയെ നോക്കിയാണ് അനിയത്തി മത്സരിക്കുന്നത്. സംഭവം ചേച്ചി അനിയത്തി സ്നേഹം അവിടെ വർക്കൗട്ട് ചെയ്താ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അത് ഞാൻ കാണാണ്ടായിരുന്നു. ഒരാൾ അവിടെ വരെ എത്തിയിട്ട് അതുപോലെ തന്നെ താഴേക്ക്. അതല്ല, അവരാണ് ആക്കിയത്. അവരാണ് ആക്കിയത്.
അല്ല ഇവര് ആദ്യം വിചാരിച്ചു അവര് പിടിച്ചു കയറ്റുമെന്ന്. അതങ്ങനെ വെച്ച് കൈയൊക്കെ പിടിച്ച് കഴിയുന്നതും കേറി അവസാനം അങ്ങ് താഴെ കിട്ടും അതില്. ഓക്കെ, അടുത്ത ആള് പറയും. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? അനിയത്തി, ഞാൻ ഈ പ്രോഗ്രാം ഡെയിലി കാണലുണ്ട്. ബട്ട് ഈ താമരശ്ശേരി ചുരം കേറാൻ ഇഷ്ടമില്ല. ഇറങ്ങാൻ ഇഷ്ടമുണ്ടോ? ഇറങ്ങാൻ ഇഷ്ടമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇറങ്ങുന്ന ആവണായിരുന്നു മത്സരം. അടിപൊളി. എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും മത്സരം ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഓരോ റൗണ്ടിലെയും സ്കോറുകൾ പറയേണ്ട സമയമാണ്. റൗണ്ട് 1 സവാരി ഗിരിഗിരി നടന്നപ്പോൾ ടീം എ നേടിയത് 0 പോയിന്റ്, ടീം ബി നേടിയത് 300 പോയിന്റ്സ്. ഗുഡ് ജോബ്. അപ്പോ റൗണ്ട് 2 തലയണ മന്ത്രത്തിലേക്ക് വന്നപ്പോൾ ടീം എ നേടിയത് 200 പോയിന്റ്, ടീം ബി നേടിയത് 250 പോയിന്റ്. ഗുഡ് ജോബ്. ആൻഡ് റൗണ്ട് 3 താമരശ്ശേരി ചുരം മാർക്കുകൾ മാറി മറിയുന്ന ആ ഒരു റൗണ്ടിൽ ടീം എ നേടിയത് 400 പോയിന്റ്സ് ആൻഡ് ടീം ബി നേടിയത് ജസ്റ്റ് 200 പോയിന്റ്സ്. പക്ഷെ ടോട്ടൽ കണക്കിലെ കളികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ടീം എ നേടിയത് 600 പോയിന്റ്സ്. ഗുഡ് ജോബ്. ടീം ബി നേടിയത് 750 പോയിന്റ് ആൻഡ് വി ആർ ദ വിന്നേഴ്സ്. ഗുഡ് ജോബ്. സൂപ്പർ. വിന്നിംഗ് ടീം ആയിട്ടുള്ള ടീം ബി കിട്ടുന്നത് ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 3 പേർക്ക് സമ്മാനങ്ങൾ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, റണ്ണേഴ്സ് അപ്പ് ടീമായിട്ടുള്ള ടീം എക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കസ്റ്റമൈസ് ഗിഫ്റ്റ്. 3 പേർക്ക്. കൺഗ്രാറ്റുലേഷൻസ്. സമയം 10 മണിയായി. ഞങ്ങൾക്ക് പോകാനുള്ള സമയമുണ്ട്. പക്ഷേ ഇവിടെ നിന്നാൽ പോകാൻ തോന്നത്തില്ല. നിങ്ങൾക്ക് ഇത് കാണാതിരിക്കാനും കഴിയില്ല. പക്ഷേ മറ്റൊരു ദിവസം ഞങ്ങൾ അടിപൊളി എപ്പിസോഡുമായിട്ട് വരുന്നതാണ്. അതുവരെയും ദിസ് ഇസ് ബോയിങ് ബോയ്. ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.